എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേമ. ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ ധാരാളം വിഷാംശമുണ്ടെന്ന് നമുക്കറിയാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ രാസകീടനാശിനികളുടെ അവശിഷ്ട പരിശോധനയിൽ 20% പച്ചക്കറികളിലും രാസമാലിന്യങ്ങൾ, വിഷാംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു സത്യമാണ്. ഇങ്ങനെ വിഷാംശമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നത് വഴി കുറേശ്ശെ ഈ വിഷാംശം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഇടയാവുകയും ചെയ്യുന്നുണ്ട്. സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശമാണ്. അത് നിലവിൽ വരുത്താൻ, പ്രാബല്യത്തിൽ വരുത്താൻ നമ്മൾ ഓരോരുത്തരും കൃഷി ചെയ്യണം, കർഷകരാകും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വിഷാംശമില്ലാതെ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്യണം. അതുകൊണ്ട് കുറച്ച് സ്ഥലം കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ സാധാരണയായി കണ്ടുവരുന്ന കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തക്കാളി ചെടിയിൽ കണ്ടുവരുന്ന ഒരു കീടമാണ് ചിത്രകീടം. ഇത് ഇലകളിലെ ഹരിതകം തിന്ന് നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിലെ വെളുത്ത വരകൾ കാണില്ല. ഇതിൻ്റെ ചിത്രകീടത്തിൻ്റെ പുഴുക്കൾ ഇലകളിൽ ഹരിതകം തിന്ന് നശിപ്പിക്കുന്നത് കൊണ്ടാണ്. സ്വാഭാവികമായും ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ചെടിയിൽ ശരിയായ രീതിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാതെ വരികയും നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഉൽപ്പാദനത്തിൽ കുറവ് കാണും. ചിത്രകീടത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞാൻ KVKയിൽ ഒരു കൃഷി ക്ലാസ്സിന് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. വേപ്പെണ്ണ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം. ഇത് 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് ഞാൻ കലക്കി വെച്ചതാണ്. ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചിത്രകീടത്തിനെ നിയന്ത്രിക്കാൻ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് മണ്ണിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം ചിത്രകീടത്തിൻ്റെ ലാർവകളൊക്കെ മണ്ണിലാണ് കിടക്കുന്നത്. അപ്പോൾ മണ്ണിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. വൈകുന്നേരങ്ങളിലും രാവിലെയും മാത്രം സ്പ്രേ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ ലായനി വീട്ടിലും തയ്യാറാക്കാം. വെളുത്തുള്ളിയും കാന്താരി 20 ഗ്രാം എടുത്ത് അതിൽ നന്നായിട്ട് അരച്ച് അതിൻ്റെ സത്ത് എടുത്ത് 5 മില്ലി വേപ്പെണ്ണയും ചേർത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അടുത്തതായി തക്കാളി ചെടി കണ്ടുവരുന്ന ഒരു കീടമാണ് വെള്ളീച്ച. അതിൻ്റെ ഇലകളിലും തണ്ടിലും വന്നിരുന്ന് നീരൂറ്റി കുടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെടിയിലുള്ള വൈറസ് രോഗങ്ങൾ മറ്റുള്ള ചെടികളിലേക്ക് എത്തിക്കാൻ പറ്റും. വെള്ളീച്ച നീരൂറ്റി കുടിക്കുന്നതോടൊപ്പം തന്നെ ഒരു തരം വിഷദ്രാവകം ഈ ചെടികളിൽ കുത്തിവയ്ക്കുന്നുണ്ട്. അത് വളർച്ചയെ മുരടിപ്പിക്കും. ഇതിൻ്റെ ഇലകൾ, ഈ ചെടിയുടെ ഇലകളൊക്കെ മുകളിലോട്ട് കപ്പ് പോലെയാവും. അപ്പോൾ ശരിയായ രീതിയിലുള്ള പ്രകാശ സംശ്ലേഷണം നടക്കാതെ വരികയും ഇലയും പൂവിടില്ല, അതേപോലെ തന്നെ കായ പിടിക്കില്ല. അങ്ങനെ ഉൽപ്പാദനം കുറഞ്ഞ് ചെടി നശിക്കുകയും ചെയ്യും. വെള്ളീച്ചയെ നശിപ്പിക്കാനായി വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെർട്ടിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.